മാർത്തോമാ സ്ലിഹ കത്തീഡ്രൽ ഇടവകാംഗവും ഈ ഒരു ജൂബിലിയുടെ സൊവിനിയർ കോർഡിനേറ്ററുമായ ശ്രീ സെബാസ്റ്റ്യൻ ഇമ്മാനുവൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ ദിവസങ്ങളിലെ ഒരു ജൂബിലിയുടെ വിശേഷങ്ങളും അതുപോലെ ഈ ജൂബിലിക്ക് പിന്നിലുണ്ടായ ഒരുക്കങ്ങളെ കുറിച്ചിട്ട്. ജൂബിലിയെ കുറിച്ച് പറയുമ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ രൂപതയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകണം. ഇതൊരു ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റിയാണ് അമേരിക്കയുള്ള. അൽമായരാൽ സ്ഥാപിതമായ ഒരു രൂപതയാണിത്. കാരണം അവരുടെ ഇനീഷ്യേറ്റീവിലാണ് രൂപത തുടങ്ങുന്നതും 25 വർഷം മുമ്പ് അൽമായർ തുടങ്ങിയതാണ് ഈ കൺവെൻഷൻ തന്നെ. അതിൻ്റെ കണ്ടിന്യൂഷനായി രൂപതയുണ്ടായി. അവരുടെ തന്നെ നേതൃത്വത്തിലാണ് പിന്നീട് ഓരോ കമ്മ്യൂണിറ്റികളും ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ന് രൂപതയ്ക്ക് 54 പള്ളികളും 33 മിഷൻ സ്റ്റേഷൻസും ഉണ്ട്. ഏതാണ്ട് 11,000 ഫാമിലികൾ നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ പള്ളികളിലുണ്ട്. അപ്പം അൽമായരാൽ സ്ഥാപിതമായ രൂപത എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജൂബിലി കൺവെൻഷന് പിന്നിലും അൽമായരുടെ ശക്തമായ ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കില്ലേ? അൽമായർ ശക്തമായ പങ്കാളിത്തമുണ്ട്. ഈ രൂപതയിലെ എല്ലാ പള്ളികളിൽ നിന്നും മിഷനിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ അവരുടെ ഒരു യൂണിറ്റിയും ഒരു പാർട്ടിസിപ്പേഷനാണ് കാണിക്കുന്നത്. ഇത്രയധികം വിശ്വാസികളെ ഇവിടെ ഒന്നിച്ചു ചേർക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കുമായി ഈ ഒരു ജൂബിലി കൺവെൻഷനിൽ എന്താണ് ഓരോരുത്തർക്കുമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നത്? എന്താണ് ഈ ജൂബിലി അവർക്ക് ഓഫർ ചെയ്തത്? വിവിധങ്ങളായ പരിപാടികളായിരുന്നു. എല്ലാവർക്കും ആധ്യാത്മികമായ സാമൂഹികമായ പരിപാടികൾ, അതുപോലെ കൾച്ചറലായിട്ടുള്ള ഈവൻറ്റ്സ്. എല്ലാ ദിവസവും 3 ദിവസങ്ങളിൽ നമുക്ക് കൾച്ചറലായിട്ട് ഈവൻറ്റ്സ് ഉണ്ടായിരുന്നു. വിശ്വാസപരമായ വളരാനുള്ള പ്രസൻറ്റേഷൻസ്, നാട്ടിലെ പ്രമുഖരായ വൈദികരുടെ ധ്യാന പ്രസംഗങ്ങൾ, അതുപോലെ അമേരിക്കയിൽ തന്നെ പ്രമുഖരായ ദൈവശാസ്ത്രജ്ഞന്മാരുടെ പ്രസംഗങ്ങൾ. അത് ആൾക്കാരെ സഭയിൽ വിശ്വാസികൾ ഏത് രീതിയിലും പ്രവർത്തനമാക്കുന്ന എല്ലാവിധ പരിപാടികളും കോർത്തി കണക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ സിറോ മലബാർ സഭയെ കുറിച്ച് അല്ലെങ്കിൽ സിറോ മലബാർ സഭയിലെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ എന്നുള്ള നിലയിൽ അങ്ങള് കാണുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് ട്രാൻസിഷന്റെ സമയമായിരിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ജനറേഷനാണ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ജനറേഷനെ നമ്മൾ പള്ളികളിലേക്ക് കൊണ്ടുവരികയും അവർക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മുടെ ആദ്യത്തെ ജനറേഷൻ ഒരു ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാണ് ഫ്യൂച്ചറിലേക്ക്. കാരണം സെക്കൻഡ് ജനറേഷന് ഇന്നത്തെ ഒരു വെല്ലുവിളിയാണ് സെക്കൻഡ് ജനറേഷനെ പള്ളികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അവർ പലപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സൗകര്യാനുസരണം ഇംഗ്ലീഷ് പള്ളികളിലേക്ക് പോകുന്നവരുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും നമ്മുടെ ഇന്ന് എല്ലാ കമ്മ്യൂണിറ്റികളും ഈ 80-ൽ പരം പള്ളികളിലായിട്ട് നമുക്ക് വിശ്വാസ പരിശീലനവും വിശുദ്ധ കുർബാനയും നടക്കുന്നുണ്ട്. അപ്പം അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും ഈ ജൂബിലിയെ കുറിച്ചുള്ള ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതിന്റെ വിശേഷങ്ങളും ഞങ്ങളുമായി പങ്കുവച്ചു. ഒരുപാട് നന്ദി. താങ്ക് യു.